ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലം, അത് മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മകയിരം നക്ഷത്രം 2 രാശികളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആദ്യത്തെ 1-2 പാദങ്ങൾ ഇടവം രാശിയിലും 3-4 പാദങ്ങൾ മിഥുനം രാശിയിലും നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ നക്ഷത്രം ആദ്യത്തെ 1-2 പാദങ്ങൾ, മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദങ്ങൾ അടങ്ങുന്ന മകയിരത്തിൻ്റെ അര ഭാഗം അവർക്ക് ദൈവാധീനമുള്ള സമയമാണ്. അതിനനുസരിച്ച് പല നേട്ടങ്ങളും വന്നു ചേരും. എന്നാൽ 3-4 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്നു. 12-ാം ഇടത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ ക്ലേശങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ചില ശ്രദ്ധകളൊക്കെ ആവശ്യമാണ്. അതായത് എപ്പോഴും ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് അപ്രകാരം ചെയ്യുകയും ഒക്കെ ചെയ്ത് വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ മകയിരം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലവർഷം 1200 ആണ്ട് വളരെയധികം പുരോഗതികൾ വന്നു ചേരും. വിദ്യാവിജയങ്ങൾ വന്നു ചേർന്ന് നല്ല മാർക്കോടുകൂടി പരീക്ഷ പാസ്സാകുവാൻ സാധിക്കും. അത് ഒരു PSC ടെസ്റ്റ് എഴുതുന്നവരായാലും IELTS MOH പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവരോ, അതല്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ജോലിക്കായിട്ട് എഴുതുന്നവരും അതിന് പാസ്സാകുന്നതിനുള്ള യോഗമുണ്ട്. അതായത് നമ്മുടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യവയസ്കരായിട്ടുള്ളവരോ യുവതി യുവാക്കളോ ഒക്കെ ചിലപ്പോൾ ഒരു ടെസ്റ്റ് കൂടി എഴുതിയാൽ ഒരു പ്രൊമോഷൻ കിട്ടും. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രൊമോഷൻ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ് ഈ 1200 ആണ്ട് കൊല്ലവർഷം. അതുപോലെ തന്നെ പ്രധാനമാണ് വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ. വിദേശത്ത് പോവുക എന്ന് പറയുമ്പോൾ സപ്തസാഗരങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും നല്ലതാണ്. അതിനായിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവർക്ക് ദ്രുതഗതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനും നല്ല പൊസിഷനോടുകൂടിയ പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് നല്ല ജോലി കിട്ടുന്നതിനും ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു വർഷം. വിദേശം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുവാൻ യോഗമുണ്ട്. അതായത് തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ എറണാകുളത്തോ, കൊല്ലത്തുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്തോ ഒക്കെ ജോലി കിട്ടുവാൻ യോഗമുണ്ട്. അതല്ല ഇനി ബാംഗ്ലൂർ കിട്ടുവാനും, തിരുവനന്തപുരത്തുള്ള ആൾ ബാംഗ്ലൂരോ ബോംബെയിലോ ഒക്കെ ജോലി കിട്ടി നല്ല നിലയിലേക്ക് വരുവാൻ, സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരുവാൻ ഒക്കെ യോഗമുള്ള ഒരു വർഷം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാര്യം. അധിക ശനിദോഷങ്ങളോ രാഹു ദോഷങ്ങളോ ഒന്നും ബാധകമല്ല ഈ മകയിരം നക്ഷത്രക്കാർക്ക്. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. എന്നിരുന്നാലും ക്ഷമയും വിട്ടുവീഴ്ചയും പരസ്പര ഒരു ധാരണയും സ്നേഹവും ഒക്കെ വേണം. എങ്കിലേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനോ, അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും ഭാഗ്യമുള്ള സമയമാണ്. ഗൃഹം പുതുക്കി പണിയുവാൻ യോഗമുണ്ടാകും. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും വിജയപ്രദമാണ്. അതുപോലെ ഒരു ദീർഘനാളുകളായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് പുതിയ ഏതെങ്കിലും രീതിയിലൂടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന്
വീട് പണി പൂർത്തിയാക്കുക, പകുതി പണിയൊക്കെ ചെയ്ത് കിടക്കുന്നവർക്കും ആ പണി പൂർത്തിയാക്കുന്നതിന് യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും യോഗമുണ്ട്. ഇപ്പോൾ ധാരാളം ഡൈവോഴ്സ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ, കഴിഞ്ഞു പോയത് പോയി, പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുവാൻ ഈ ഒരു വർഷം യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടും സഹോദര സ്ഥാനീയരെ കൊണ്ടുമൊക്കെ നല്ല സഹായങ്ങൾ ലഭിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ഉണ്ടാകും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പണം കൊണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷമഘട്ടങ്ങളിൽ ആരും സഹായിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലായിരിക്കാം സുഹൃത്തുക്കളൊക്കെ സഹായത്തിന് ഉണ്ടാകും. അങ്ങനെ സഹായം ലഭിക്കുന്നതിന് യോഗമുണ്ട്. അതുപോലെ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും മെഡിക്കൽ വിദ്യാഭ്യാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ നല്ല ഒരു വർഷമാണ്. കൂടാതെ IT മേഖലകളിൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമായിട്ട് ചെയ്യുന്നവർക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു കാലമാണ്. അഭിവൃദ്ധിയുടെ കാലമാണ്. ശമ്പള വർധനവിൻ്റെ സമയമാണ്. പ്രൊമോഷൻ കിട്ടേണ്ടതാണ് ഈ വർഷം. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു കാലം. എന്നിരുന്നാലും ദീർഘകാലത്തെ വിളവ് ചില കാലത്ത് വില നഷ്ടപ്പെട്ടു പോവുക വഴി വരുമാനം കുറയുന്നതിനും സൂചനയുണ്ട്. അതുപോലെ ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും അവർക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന വ്യാപാര വിപണന രംഗങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. നല്ല ലാഭം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് അവരവരുടെ തൊഴിലിന് അനുസരിച്ച്. അതുകൂടാതെ മറ്റ് സർക്കാർ ജോലികളിൽ ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. സർക്കാർ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കുവാൻ യോഗമുള്ള ഒരു വർഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായ മറ്റൊരു കാര്യം. അതായത് കയ്യിൽ വന്നു ചേരുന്ന പണം മറ്റ് മധ്യവയസ്കരോ മറ്റുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. കഴിവതും ആഡംബരങ്ങൾ ഒഴിവാക്കുക. ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഒരു കരുതൽ ധനം എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ കരുതൽ ധനമൊക്കെ ഉണ്ടാകുന്നതിന്, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഉണ്ടാകുന്നതിനൊക്കെ യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സാധിക്കുവാനുണ്ടെങ്കിൽ ആ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതും കൂടെ ചേർത്ത് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.